അത് നിങ്ങൾ തീരുമാനത്തിൻ്റെ ഭാഗമായി ചോദിക്കുന്നതാണ്. ആരാണ് ചോദിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയല്ല ഉത്തരം പറയാറ്. ചോദ്യത്തിന് ഉത്തരം പറയുന്ന രീതിയാണ് എല്ലാ കാലത്തും ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ ഉണ്ടായത് വിശദമായ 2-3 ചോദ്യം വന്നു. ചോദ്യം വളരെ വിശദമായി മറുപടി പറയേണ്ട തരത്തിലുള്ള 2-3 ചോദ്യം വന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴേക്ക് 40 കഴിഞ്ഞ് 45 പോവുകയാണ്. അപ്പോൾ 40 കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമുക്കിന്ന് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഞാൻ പോയി. കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഒരു പ്രവണതയുണ്ട്. ചില ആൾക്കാർ ബഹളത്തിന് തയ്യാറായിട്ട് വരുന്നൊരു മട്ട് കാണാനുണ്ടായിരുന്നു. അപ്പോൾ 2-3 ആളുകൾ, പ്രത്യേകിച്ച് 1-2 ആൾ, വലിയ ബഹളം, വലിയ ശബ്ദം, എന്തോ മറുപടി പറഞ്ഞില്ല. പിന്നെ പ്രത്യേകം ചാനലിനും പത്രത്തിനുമൊക്കെ മറുപടി പറഞ്ഞുള്ളൂ, ഞങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്ത സീൻ സൃഷ്ടിക്കുക. സാധാരണ ഞാൻ പോകേണ്ടതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊരു അവിടെ തന്നെ എല്ലാവരും ഇരിക്കുകയല്ലേ, അവിടെ അവരുടെ മുമ്പിൽ വെച്ചാണല്ലോ ഈ പ്രകടനം നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അത് ക്ലാരിഫൈ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ തിരിച്ചു വന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി തന്നത്. നിങ്ങളെ മനസ്സിൽ ചോദ്യങ്ങളുണ്ടായെങ്കിൽ അതിനെനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. നിങ്ങൾ ചോദിക്കണ്ടേ? ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത ചോദ്യത്തിന് ഞാനങ്ങനെ ഉത്തരം പറയും? എൻ്റെ മുന്നിൽ വന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇതൊരു ബഹളം വെക്കുന്നത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇതൊരു പുതിയ അനുഭവമാണ്. എങ്ങനെ കാര്യങ്ങൾ വക്രീകരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ഏത് ചോദ്യത്തിനും മറുപടി പറയുന്ന രീതിയാണ് സാധാരണ ഞാൻ സ്വീകരിക്കാറ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായതുകൊണ്ട് ഒരു ബഹളമയമാക്കി മാറ്റാൻ ശ്രമിച്ചത് അത് നിർഭാഗ്യകരമായിപ്പോയി. അതുകൂടി ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്.